ഹായ്, ഞങ്ങൾ ശ്രീജിത്ത്. അപ്പോൾ നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷനെ കഴിഞ്ഞിട്ട് 1 മന്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1 മന്തിൻ്റെ എൻ്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. 1 മന്ത് വലിയ റിസൾട്ട് കാര്യങ്ങളൊന്നും ഇല്ല. 1 മന്ത് ആയപ്പോഴത്തേക്ക് എൻ്റെ അത്യാവശ്യം എൻ്റെ ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയാണ്. അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ട് കിളിച്ച് ഇപ്പോൾ ഉണ്ട്. അപ്പം ബാക്കി ഇപ്പോൾ രണ്ടാമത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ ആണെങ്കിൽ അത്യാവശ്യം മുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഷെഡിങ് ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ ഒരു 1 മന്ത് തൊട്ട് ഒരു 4 മാസം വരെ ഇപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഹെഡ് വാഷ് ചെയ്ത് 10 ദിവസം തൊട്ട് ഒരു 120 ദിവസം വരെയൊക്കെ ഈ മുടി പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറേ മുടിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ മുടി നല്ല രീതിയിൽ ഇപ്പോൾ ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ട് കിളിച്ചിരിക്കുന്നുണ്ട്. ഇതൊരു വൃത്തികേട് പോലെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്യാനൊന്നും പോയിട്ടില്ല. പയ്യെ കിളിച്ച് വരുന്നവരായിട്ട് ഞാൻ വെളിയിലൊക്കെ പോകുമ്പോൾ ക്യാപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ബാക്ക് ഏരിയ അത്യാവശ്യം മുടിയൊക്കെ കവറായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിലാണ് കവറായിരിക്കും. ഭയങ്കര ഡെൻസിറ്റിയിലൊന്നും കവറായിട്ടില്ല. അത്യാവശ്യം എന്നാലും ഒരു 1 മന്തിൻ്റെ ഒരു കവറേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടയിലൊക്കെ നല്ല ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില മുടിയൊക്കെ നല്ല വെള്ളയായിട്ടിരിപ്പുണ്ട്. ഇപ്പോൾ ബാക്ക് സൈഡിലും വെച്ച സൈഡിലും ചില മുടിയൊക്കെ നല്ല വെള്ളയായിട്ടിരുന്ന് കാണാൻ പറ്റുമെന്ന് അറിയാൻ ഞാൻ ഫോട്ടോസ് എടുത്ത് ആഡ് ചെയ്യാൻ നോക്കാം. ചില മുടിയൊക്കെ വെള്ളയായിട്ടിരിപ്പുണ്ട്. അതൊന്ന് ഷോക്ക് ലോസ് മൂലം ഉണ്ടാകുന്നതാണ്. കാരണം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയ ഷോക്ക് പോലെ ആ മുടിക്കൊക്കെ ഉണ്ടാകും. അതുപോലെ മെലനിൻ അവിടെ മുടിക്ക് എത്തത്തില്ല. അങ്ങനെയാണ് ഈ വെള്ള മുടിയൊക്കെ ഉണ്ട്. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് കറക്റ്റ് നമ്മുടെ ശരീരം കറക്റ്റായിട്ട് ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് അത് കറക്റ്റായി പൊയ്ക്കോളും. ഇപ്പോൾ 1 മന്ത് ഇപ്പോൾ ബീഡിലേക്ക് അവസ്ഥ ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ ഒരു മുറിവുണ്ടായിരുന്നു. അത് ഉണങ്ങാൻ നല്ല സമയമെടുത്തു. എനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെ അത് വേദന ഉണ്ടായിരുന്നു. ഈ ഒരു ചെറിയൊരു മുറിവ് മാത്രം. അത് ഞാൻ ഓയിൽമെൻറ്റ് ഇട്ട് കറക്റ്റായിട്ട് ഉണക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയക്കാണ് ഓയിൽമെൻറ്റ് കറക്റ്റായിട്ട് ഇട്ട് ഉണക്കാൻ നോക്കുക. ഇവിടെ ഒരു മുറിവ് മാത്രം ചെറുതായിട്ടുണ്ടായിരുന്നു. അത് അവസാനം ചെറിയൊരു കുരുപ്പ് പോലെ പൊട്ടിച്ചളഞ്ഞ് ഇപ്പോൾ അത് റെഡിയായി വരുന്നതേ ഉള്ളൂ. ആ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം ഇപ്പോൾ തലയിൽ ഇവിടെയൊക്കെ തൊടുമ്പം ഇപ്പോൾ ഇവിടെ എല്ലാം ഒരുവിധം നോർമലായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടിച്ചൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ചെറിയൊരു വേദനയുണ്ട്. നോർമലി ചുമ്മാ ഇങ്ങനെ തലയിൽ അടിക്കുന്ന പോലെ അല്ല. നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തട്ടുവാണെങ്കിൽ തന്നെ ചെറിയ വേദന എടുക്കുന്നുണ്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. അങ്ങനെ 1 മന്ത് വലിയ റിസൾട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു 7-8 മാസം എടുക്കും അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് വരാൻ. പിന്നെ എനിക്ക് ഈ ഒരു ചെറിയൊരു ഏരിയയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു 1500 ഗ്രാഫ്റ്റ് മാത്രമേ 2 ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ ചെയ്തിട്ടുള്ളൂ.